ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ക്യാൻ ഡയറീസ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് കാനഡയിലെ ടൊറൻറ്റോയിൽ നിന്ന് സെൻട്രൽ ഐലൻഡിലോട്ട് പോകാനായിട്ട് ഫെറി കാത്ത് നിൽക്കുവാണ്. നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം ഫെറി കാത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. നല്ല തിരക്കാണ്. ഇതൊരു പബ്ലിക് ഹോളിഡേ ദിവസമാണ്. സോ ഇതാണ് ഫെറി. ഒരു ഫെറി വരുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ കാണിക്കാൻ കാരണം സ്റ്റുഡൻസായിട്ട് വരുന്നവർ, വിസിറ്റേഴ്സായിട്ട് വരുന്നവർ, നമ്മൾ ഓരോരോ തിരക്കുകൾ കാരണം ഇവിടെ ഒന്നും പോകാൻ എല്ലാവരും നയാഗ്ര ഫോൾസ് പോകാറാണുള്ളത് സാധാരണ. ഇവിടെയൊന്നും ആരും പോകാറില്ല അധികം. കാരണം പല പല തിരക്കുകളാണ്. പക്ഷേ ഞാൻ പറയുന്നത് സമ്മർ ടൈമിൽ വിസിറ്റേഴ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ഒരു ദിവസം ഇവിടെ പോകണം. നല്ല ഭംഗിയാണ് എല്ലാം കാണാൻ. അതുപോലെ ഫെറിയിലുള്ള യാത്രയും വളരെ രസകരമാണ്. സോ നമ്മുടെ ഫെറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ മുഴുവനുള്ള ആൾക്കാരെന്ന് പറയുന്നത് ആക്ച്വലി തിരിച്ചു വരുന്നവരാണ്. കണ്ടോ എന്ത് തിരക്കാന്ന് നോക്ക്. 2 ഫ്ലോറാണ്, താഴെയുണ്ട് മുകളിലും ഉണ്ട്. കണ്ടോ സെൻട്രൽ ഐലൻഡിലോട്ട് പോകുന്ന ഫെറിയാണിത്. ആക്ച്വലി ഇതിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് എടുക്കാം. പക്ഷേ നമ്മൾ അവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു QR കോഡുണ്ട്. ആ കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ എത്ര മെമ്പേഴ്സാണോ അതനുസരിച്ച് നമുക്ക് ടിക്കറ്റ് എടുക്കാം റൈറ്റ് അവേ നമ്മുടെ ഫോൺ യൂസ് ചെയ്തിട്ട്. ഒരു അഡൾട്ടിന് $9 സംതിങ് ആണ് വരുന്നത്. $9 സംതിങ്, $10 താഴെയാണ് ബോത്ത് വേസ്. ഓക്കെ. സോ നമ്മളെല്ലാവരും കയറുകയാണ്. ഫെറിയിലോട്ട് കയറുന്ന രംഗമാണ് ഈ കാണുന്നത്. ഫെറിക്കകത്തുനിന്ന് ഇത് വേറൊരു വാർഡ് ഐലൻഡിലോട്ട് പോകുന്ന വേറൊരു ഫെറി അപ്പുറത്ത് തന്നെ കിടപ്പുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫെറിയുടെ ഉൾവശം. ഇത് താഴത്തെ നിലയിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ബേബീസ് ഉള്ളവർ, സ്ട്രോളർ ഉള്ളവർ, വീൽ ചെയറിലുള്ളവർ എല്ലാവരും താഴെയാണ് യൂഷ്വലി ഇരിക്കുന്നത്. സോ ഇത് ഫെറിയിൽ നിന്ന് പുറത്തോട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ ആക്ച്വലി. ഇതിപ്പം ഞാൻ ഇത് കാണുമ്പോൾ നമ്മൾ കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്ന് വില്ലിംഗ്ടൺ ഐലൻഡ്, ഫോർട്ട് കൊച്ചി ഒക്കെ പോകുമ്പം ഉള്ള കുറേ ദൃശ്യങ്ങളാണ് സെയിം നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നത്. സെയിം ഇതാണ് നമുക്ക് ഇപ്പം ഇവിടെ ഇരുന്ന് ടൊറൻറ്റോയിൽ നിന്ന് സെൻട്രൽ ഐലൻഡിലോട്ട് പോകുമ്പം കാണുന്നത്. സോ എല്ലാവരും പോകേണ്ട ഒരു സ്ഥലമാണ് ഇത്. കാരണം പിള്ളേർക്കുള്ള ഒത്തിരി റൈഡ്സ്, പാർക്ക്, അതുപോലെ പല 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 സെക്ഷൻസ് ആയിട്ട് പല സാധനം അവിടെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഉൾവശം. കണ്ടോ, എന്തോ എല്ലാവർക്കും സേഫ്റ്റി ലൈഫ് ജാക്കറ്റ്സ് എല്ലാം ഇതിൻ്റെ മുകളിൽ അടുക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇത് വളരെ സേഫായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കണ്ടോ, അതുപോലെ വാഷ്റൂംസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. വിമൻ വാഷ്റൂംസ് ഉണ്ട്. സോ ഇതാണ് ഔട്ട്സൈഡ് വ്യൂ. ഇതേ ഒരു ഹെലികോപ്റ്റർ പോകുന്നു. കണ്ടോ, നല്ല രസമാണ് ഇവിടുന്ന് കാണാൻ. ഇപ്പം നമ്മൾ കുറച്ച് മൂവ് ചെയ്തു. യൂഷ്വലി കാനഡയെ സംബന്ധിച്ച് ഒരു പകുതി മുക്കാൽ സമയവും നമ്മൾ സ്നോയ്ക്കകത്താണ്. പക്ഷേ സമ്മർ ടൈമിലാണ് ഇങ്ങനെയുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാകുന്നത്. അപ്പം സമ്മർ ടൈമിൽ നമ്മൾ ഇതൊന്നും മിസ്സാവാതെ നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണം. എസ്പെഷ്യലി ഞാൻ പറയുന്നത് സ്റ്റുഡൻസ് അവരുടെ സ്ട്രെസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് വൺസ് ഇൻ എ ഡേ ഒരു ദിവസം ഫ്രണ്ട്സ് എല്ലാമായിട്ട് പോകാവുന്ന ഒരു സ്ഥലമാണിത്. സോ ഇനി നമുക്ക് ഇതിലിരുന്നുകൊണ്ട് തന്നെ ടൊറൻറ്റോ ഡൗൺ ടൗൺ ഫുള്ള് നമുക്ക് ഇതിലിരുന്ന് കാണാം. നല്ല രസമാട്ടോ കാണാൻ. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ, നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ പോകുന്ന ഒരു ഫീലാണ് ഇവിടെ നോക്കുമ്പോൾ. പക്ഷേ ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ അത് വെച്ച് നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആണ്. കണ്ടോ, CN ടവർ ആണ് ഇവിടെ നോക്കുമ്പോൾ കാണുന്നത്. കുറച്ചും കൂടെ മൂവ് ചെയ്യുമ്പം ഇതിലും നന്നായിട്ട് കാണാം.
കണ്ടോ, ഇതാണ് ടൊറൻറ്റോ ഡൗൺ ടൗൺ. ടൊറൻറ്റോയുടെ ഒരു വ്യൂ ആണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. കുറേ ബോട്ടുകളുണ്ട്, കുറേ സ്പീഡ് ബോട്ടുണ്ട്. കണ്ടോ, ഇപ്പം ക്ലോസ് വ്യൂ ഉണ്ട്. ക്ലോസ് വ്യൂ ടൊറൻറ്റോ ഡൗൺ ടൗൺ. സീ ദ ക്ലോസ് വ്യൂ ഓഫ് ടൊറൻറ്റോ ഡൗൺ ടൗൺ. കണ്ടോ, CN ടവർ എല്ലാം നമുക്ക് നല്ല രസമാണ്. ഈ സെയിം വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഈ സെയിം വ്യൂ ഇപ്പം ഞാൻ കാണിച്ച പോലെയുള്ള സെയിം വ്യൂ നമ്മൾ US പോകുമ്പം, റോഡ് വേ പോകുമ്പം നമുക്ക് കാണാം. സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അതുപോലെ മാൻഹട്ടൻ ഫുള്ള് നമുക്കിങ്ങനെ ഒരു 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 സൈഡിൽ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും. നല്ല രസമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ വ്യൂവും കാണുന്നത്. അത് US നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാം, ന്യൂയോർക്കിലോട്ട് പോകുന്ന വഴി. ഇതേ വാട്ടർ ടാക്സി എന്ന് പറഞ്ഞ് ഒരു സംഭവമാണ്. നമ്മൾ സെൻട്രൽ ഐലൻഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ്. ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നല്ല രസമാണ് കാണാൻ. കണ്ടോ, നല്ല രസമാണ്. കുറേ ബോട്ടുകൾ അവിടെ ഉണ്ട്. ഉണ്ടോ, ഇതാണ് ഡൗൺ ടൗൺ. ഇങ്ങനെ നമ്മൾ നോക്കുമ്പം കാണുന്നത് കണ്ടോ. CN ടവർ. ഓക്കെ, നമ്മൾ സെൻട്രൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ടൊറൻറ്റോ ഐലൻഡ്. കുറേ ആൾക്കാർ റിട്ടേൺ പോരാൻ നിൽക്കുന്നവരുണ്ട്, അവരുടെ തിരക്കുണ്ട് അവിടെ. അതുപോലെ അവിടെ ഈ സൈഡിൽ കുറേ ആൾക്കാർ റിട്ടേൺ പോരാൻ നിൽക്കുന്നതാണ്. അതുപോലെ അതിൽ നടക്കുന്നതും കുറേ ആൾക്കാരുണ്ട്. അതുപോലെ ഒത്തിരി വാട്ടർ ടാക്സികളുണ്ട്. ചിലപ്പം എനിക്ക് തോന്നുന്നത് ഫെറി നല്ല തിരക്കായതുകൊണ്ട് വാട്ടർ ടാക്സിയിൽ റിട്ടേൺ വരാൻ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇതാണ് വാട്ടർ ടാക്സി. കണ്ടോ, ഇതാണ് ഇവിടുത്തെ വാട്ടർ ടാക്സി. ഓക്കെ, നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് സെൻട്രൽ ഐലൻഡിലോട്ടുള്ള എൻട്രൻസ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഫെറി എടുത്ത് ടൊറൻറ്റോ ഡൗൺ ടൗണിൽ നിന്ന് ഫെറിയിൽ ഇപ്പം യൂണിയൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ബേ സ്ട്രീറ്റ് വഴി നടന്ന് ഫെറി എത്തണം. ഫെറി എത്തുമ്പം അവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടതും. അതുവഴിയാണ് നമ്മൾ ഇങ്ങോട്ട് ഫെറി എടുത്ത് സെൻട്രൽ ഐലൻഡിലോട്ട് വരുന്നത്. സോ ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇപ്പോൾ പിള്ളേരെ കൊണ്ട് പോകണമെങ്കിൽ നമുക്ക് അവിടെ പാർക്കുണ്ട്, അതുപോലെ ഫുഡിനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ഓരോരോ സെക്ഷൻ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഇതുണ്ട്. സോ ഏതാണ് നമുക്ക് എവിടെയൊക്കെ പോകണം എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്ത് അന്വേഷിച്ച് മാപ്പ് ഉണ്ട് അവിടെ. അപ്പോൾ മാപ്പ് നോക്കി നമ്മൾ ഡിസൈഡ് ചെയ്യണം. സോ ഇതാണ് സെൻട്രൽ ഐലൻഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. സോ എല്ലാവരും മാക്സിമം ഈ സമ്മറിലൊക്കെ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം.